Prayer. Ya Allah, thank you for this beautiful day and the knowledge you have given us. Bless our teacher, friends, and families. Guide us on the right path and fill our hearts with patience and wisdom. Forgive our mistakes and grant us success in all that is good. Amen. Thank you. Good morning. Good morning, ma'am. I'm Shruti Suresh, and a very warm welcome you all for our online class. I'm really looking forward to learning and growing with all of you this session. I would like to invite Aparna ma'am for this session. Thank you. Have a great day. A very good morning to all. Thought of the day. We must accept finite disappointment but never lose infinite hope. Quote by Martin Luther King. Good morning, all. Good morning, ma'am. Good morning, Um, ma'am. Good morning, ma'am. okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 7 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഓക്കെ മാം പറഞ്ഞോടാ ശ്രുതി മാം ലാസ്റ്റ് ക്ലാസ്സിലെ മറ്റേ ഡീവിയേഷന്റെ മറ്റേ സെമിനാർ എടുക്കണ ആള് വന്നില്ലല്ലോ, അപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ വേറെ ആർക്കെങ്കിലും സെയിം ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം, എനിക്കുണ്ട്. സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും ഉണ്ട്. ഓക്കെ പിന്നെ എന്തായിരുന്നു ഗ്രൂപ്പിൽ പോയത്? ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ അപ്പോ പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂ ഓഫ് വേരിയസ് കൈൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിറ്റി പ്ലെയർ ആണ്. ഓരോരുത്തരൊന്ന് റീഡ് ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ നോക്കോ? റീഡ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞോളാം. ഓക്കെ ആരാ റീഡ് ചെയ്യുന്നേ? ആതിര. കമ്മ്യൂണിറ്റി പ്ലെയർ ആണോ? അതെ, കമ്മ്യൂണിറ്റി പ്ലെയർ ആണ് റീഡ് ചെയ്യുന്നത്. Community prayer. Community prayer may be organized with care, enthusiasm, and passionate zeal. Inspiring prayer song may be created in chorus. A universal prayer for world peace may be recited. Community prayer and a passage selected from ancient religious books may be sung by the common group. ഓക്കെ കമ്മ്യൂണിറ്റി പ്രെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ കെയർ കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിറ്റി പ്രെയർ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് അല്ലെ? ഒരു എന്തൂസിസം അല്ലെങ്കിൽ പാഷനേറ്റ് ആ ക്ലാസ് തന്നെ ഹാപ്പി ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു കോറസ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ ഇൻസ്പയറിംഗ് പ്രെയർ സോങ്സ് ഒക്കെ കുട്ടികളുടെ ക്ലാസ്സുകളിൽ നമ്മള് സ്കൂളുകളിൽ പാടുന്ന നമ്മൾ കേൾക്കാറുണ്ട്. യൂണിവേഴ്സൽ പ്രെയർ ഫോർ വേൾഡ് പീസ് മേ ബി നമ്മൾ യൂണിവേഴ്സൽ പീസിന് വേണ്ടിയിട്ടായിരിക്കണം പ്രേയേഴ്സും കാര്യങ്ങളും ചൊല്ലേണ്ടത്. കമ്മ്യൂണിറ്റി പ്രെയർ ഉണ്ട്. ആസ് എ പാസേജ് സെലക്ടഡ് ഫ്രം ആൻസിയന്റ് റിലീജിയസ് ബുക്സ് മേ ബി സം ബൈ കോമൺ പീപ്പിൾ. സാധാരണയായിട്ട് കോമൺ ആയിട്ടുള്ള വ്യക്തികള് നമ്മള് എന്താ പറയാ ആൻസിയന്റ് റിലീജിയസ് ബുക്കിലുള്ള പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് കമ്മ്യൂണിറ്റി പ്രെയറിന്റെ ഭാഗമായിട്ട്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കമ്മ്യൂണിറ്റി പ്രയർ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ ആ ഒരു റിലീജിയന്റെ ബേസ്ഡിലായിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രയർ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇല്ലേ ഓരോ ഇതിലും വരുന്നത്. അപ്പോ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്രേയേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ആ ഒരു റിലീജിയൻ ഗ്രൂപ്പിലല്ലെങ്കിൽ പോലും നമ്മളത് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് ശ്രുതി വായിച്ചു കേട്ടോ. Okay, ma'am. Health and cleanliness programs. The need for protection of environmental hygiene may be stressed. Pupils may be conversant with the principles of healthy and hygiene living. A small health corner in the school may be formed where the students may be trained in the practices of personal cleanliness. Children may be encouraged to clean their rooms, furniture, and bathrooms themselves. A first aid box may be kept in a convenient place and health charts may be displayed. The need for eating nutritious
and clean food and for increasing healthy food habits may be well explained. ഓക്കെ, നമ്മുടെ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കുട്ടികളുടെ എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, അതേപോലെ പേഴ്സണൽ ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഹൈജീൻ ലിവിങ് എങ്ങനെയാണ് എന്നുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ആര് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്? നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. അവർ ട്രെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കൽ ലൈഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് സിമ്പിൾ ആണ്. അവര് കിടക്കുന്ന അല്ലെങ്കിൽ അവര് സ്വന്തം റൂം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നത് മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് അവർക്ക് ഹെൽത്തി ഹാബിറ്റ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഫർണിച്ചർ, ഇങ്ങനെ ടേബിൾ, അവർ സ്റ്റഡി ടേബിൾ ഉണ്ടാവില്ല, സ്റ്റഡി ടേബിൾ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ബാത്റൂം പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ വാഷ് ചെയ്യണം, വാട്ടർ പോർ ചെയ്യണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് അവരിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ കെപ്റ്റ് ചെയ്യണം. ഹെൽത്ത് ചാർട്ടുകൾ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ഹെൽത്ത് ചാർട്ട് എഴുതിയില്ലേ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചാർട്ടുകൾ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. കുട്ടികൾക്ക് അപ്പം മനസ്സിലാവും. ബ്രഷ് യുവർ ടീത്ത്. അപ്പൊ വീട്ടില് പാരന്റ്സും പറയും ബ്രഷ് ചെയ്യാൻ, ക്ലാസ്സിൽ വരുമ്പോ എന്താണ് ചാർട്ട് നോക്കുമ്പോ അതിലും കുട്ടികൾ ബ്രഷ് ചെയ്തെടുക്കാം. അപ്പൊ അവരും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും, പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം, ഫുഡ് ക്ലീൻ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് നല്ല പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഹാൻഡ് വാഷിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്സ് നമ്മൾ ചെയ്തിട്ടില്ലേ? ഉണ്ടോ? ഓക്കെ, ഹാൻഡ് വാഷിന്റെ ഓക്കെ. അപ്പം ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം കുട്ടികളിൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് ഹൈജീൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. SUPW എന്താണ്? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. അതാരാ ഇതേനെ? ഞാൻ വായിക്കാം മാം. Socially useful productive work, SUPW. Socially useful productive work, an integral part of the new school curriculum. Active involvement of pupils will inculcate the values such as dignity of labor, cooperation, and mutual help. Thank you. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ടീച്ചർമാര് എന്താ പറയാ, ക്ലാസ്സുകൾ ക്ലീൻ ചെയ്യാൻ എല്ലാവരെയും, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആരും ഇട്ടെന്നൊന്നും ടീച്ചർമാർ ചോദിക്കില്ല അല്ലെ. നമ്മളോട് എന്ത് പറയും, ക്ലാസ്സിലുള്ള എല്ലാ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറയും ഇല്ലേ. ചെറിയൊരു ആക്ടിവിറ്റി ആണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. എന്നുവെച്ചാൽ ആര് ചെയ്തോ എന്നൊന്നുമില്ല, നമ്മളുടെ ചുറ്റുപാടും അത് ക്ലീൻ ചെയ്തിടാം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കോപ്പറേഷൻ മനസ്സിലാവണേ, മ്യൂച്വൽ ഹെൽപ്പ് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടി കുട്ടികൾ തമ്മിലുള്ള ഒരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. Special classroom situations. In the course of teaching subjects like social studies, language, and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temper, and citizenship. ഓക്കെ, നമ്മുടെ ക്ലാസ്സില് എന്തൊക്കെ സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, മാത്സ്, സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് റിലീജിയസ് യൂണിറ്റി. എല്ലാവരും റിലീജിയനും ഈക്വൽ ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ, എല്ലാവരും റിലീജിയനും റെസ്പെക്ട്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളിവിടെ വേർതിരിവുകളൊന്നുമില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറും കാര്യങ്ങളും, പിന്നെ സിറ്റിസൺഷിപ്പ്, നമ്മളെല്ലാവരും ആ ഒരു സിറ്റിസൺഷിപ്പ് നമ്മൾ എപ്പോഴും അല്ലേ, നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മറ്റൊരാളായിട്ട് ഇങ്ങനെ വേർതിരിച്ച് നിർത്താതെ ഒരുമിച്ചായി യൂണിറ്റി കൊണ്ടുവരാനായിട്ട്
പറ്റും. അപ്പൊ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് പറയാം, ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട്, ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുകൾ, നമ്മൾ എന്തോരം വ്യക്തികളുടെ സ്ട്രഗിളിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് അത്രയും വാല്യുബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഓരോ വ്യക്തികളും കഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും അവർ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം എത്ര പേരുടെ ജീവന്റെ വിലയാണ്, വാല്യൂ ആണ് എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. ഞാൻ വായിക്കാം മാം. ഓക്കെ സജ്ജന. Cultural and recreational activities. Pupils may be aided to develop artistic talent and skills. The undermentioned occasions may be utilized for the purpose. Operating school anniversaries, sports days, etc. Organizing cultural festivals, art exhibitions, musical performances, literacy displays, etc. Inspired students to participate in hobbies, games, sports, dramas, folk dances, recitations, all mirroring ideas like the unity of our heritage, religious toleration, etc. Operating inter as well intra-school competitions in different areas. ഓക്കെ, കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിലെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അവരുടെ ആർക്കിടെക്ട് സ്കിൽസും ടാലൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പം എന്താ പറയാ, ഒരു ആനിവേഴ്സറി ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുമ്പോഴായിരിക്കും പാരന്റ്സിന് മനസ്സിലാവുന്നത് കുട്ടി ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യോ, കുട്ടി ഇത്രയും നന്നായിട്ട് പാട്ട് പാടോ, അല്ലെങ്കിൽ അവൾ ഇത്രയും നന്നായിട്ട് സ്പീച്ച് പറയോ എന്നുള്ളതൊക്കെ. അപ്പൊ സ്പോർട്സുകൾ, അതേപോലെ സ്പോർട്സിലൊക്കെ പങ്കെടുത്താൽ മാത്രമാണ് അവർക്ക് എന്താ പറയാ സ്പോർട്സിലൊക്കെ ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ആർട്സ് എക്സിബിഷൻ, സയൻസ് എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ ലെവൽ ഓഫ് തിങ്കിങ് നമുക്ക് ടീച്ചേഴ്സിനും കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇന്ന് കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക സ്കൂളുകളിലും അവരുടെ ഹോബീസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമ, ഫോക്ക് ഡാൻസ്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇന്നർ സ്കൂളിന്റെ അകത്തുള്ള കോമ്പറ്റീഷൻസും ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ആ ഒരു നല്ലൊരു അവസരങ്ങളാണ്, അവരുടെ ടാലൻസും സ്കിൽസും ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ആ കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, അലോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചു. Citizenship training program. The pupils may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented. First one, regularly organizing school assembly, hoisting the national flag and singing the national anthem. Next, organizing mock parliament and debates on local and national problems. Arranging trip to places of cultural, religious and historic importance. Celebrating national festivals, Republic Day, Independence Day, World Environment Day, etc. Establishing friendship club and cooperative societies. Thank you. ഓക്കെ, അപ്പോ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും സിവിക് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൗരത്വ ബോധവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് തുടങ്ങുന്നത് സ്കൂൾ അസംബ്ലിയിൽ നിന്നാണ്. കാരണം സ്കൂൾ അസംബ്ലീസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഡിസിപ്ലിനും കാര്യങ്ങളും അവർ പഠിക്കും. ഒരു നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നാഷണൽ ആന്തം സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം അപ്പിയർ ചെയ്യേണ്ടത് എന്തൊക്കെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം. പ്രോപ്പറായിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നതിലൂടെ അവർക്ക് അക്കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവും. പിന്നെ മോക്ക് പാർലമെന്റ്, ഡിബേറ്റ് ഓൺ ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. നമുക്ക് പാർലമെന്റ്, മോക്ക് പാർലമെന്റ് എന്താ പറയാ, സ്റ്റുഡന്റ് പാർലമെന്റ് പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പാർലമെന്റിലെ ഫങ്ഷൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ പാർലമെന്റ്, രാജ്യസഭ, ലോകസഭ ബില്ലുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എത്രയോ നല്ലതായിരിക്കും. നമ്മളൊരു പാർലമെന്റ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യിച്ച ദിവസം നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പീക്കർ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഹെഡ് ആരാണ് എന്നൊക്കെ അവർക്ക് പിന്നെ മറന്നു പോവുകയില്ല അവരുടെ മനസ്സിൽ നിന്ന്.
പിന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പ്ലേസിലേക്കൊക്കെ എന്ത് ചെയ്യാം, ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസുകളിലേക്ക് ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഓക്കെ. പിന്നെ നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ ഒക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ എന്താ പറയാ യൂണിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് മനസ്സിലാവും. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളും നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വേൾഡ് എന്താ പറയാ ഇപ്പൊ വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നടാം. അപ്പൊ അതിലൂടെ കുട്ടികൾക്ക് ആ ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡേയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. വീണ മാം ഞാൻ വായിക്കാം. ഓക്കേടാ. Social services programs. Social service activities promote social belongingness, social cohesion, and social well-being. The following activities may be organized for the purpose: organization of literacy campus in rural areas, slum areas, rendition voluntary services during local festivals, organizing campus for highlighting the importance of environmental hygiene, participating in minor creation works in and outside the school like laying out link roads, gardens, whitewashing, etc. Organizing public recognition combines environmental pollution, aids evils of drought, etc. Thank you, ma'am. ഓക്കെ. നമ്മള് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. സോഷ്യൽ ബിലോങ്ങിനെസ്, സോഷ്യൽ കൊഹീഷൻ, സോഷ്യൽ വെൽബീയിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ടൈമാണ്. ഫോളോവിങ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. ലിറ്ററസി ക്യാമ്പയിൻ ഇൻ റൂറൽ ഏരിയ ആൻഡ് സ്ലംസ് ഏരിയ. നമ്മള് കേരളത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ 100% ലിറ്ററസി റേറ്റ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പണ്ട് നമുക്ക് ലിറ്ററസി റേറ്റ് വളരെ കുറവായിരുന്നു, ഒരു 92 ഒക്കെ ആയിരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? നമ്മൾ എഴുത്തു പറയാനും അറിയാത്തവർക്ക് നൈറ്റ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് അവരെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തു. റൂറൽ ഏരിയാസിൽ സ്ലംസ് ഏരിയകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നൈറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. വോളണ്ടറി സർവീസ് ഡ്യൂറിങ് ലോക്കൽ ഫെസ്റ്റിവൽസ്. ലോക്കൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നമ്മൾ വോളണ്ടറി സർവീസും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്, ഓർഗനൈസ് ക്യാമ്പ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് ഹൈജീൻ. നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എങ്ങനെ ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ക്യാമ്പുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റിംഗ് മൈനർ ക്രിയേഷൻ വർക്ക് ഇൻ ഔട്ട്സൈഡ് ദ സ്കൂൾ ലൈക്ക് ലേയിങ് ഔട്ട് ലിങ്ക് റോഡ്, ഗാർഡൻസ്, വൈറ്റ് വാഷിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഗാർഡൻസ് കാര്യങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടികളെ നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല എല്ലാ സ്കൂളുകളും. NCC NSS ലൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ എൻവയോൺമെന്റ് പൊല്യൂഷൻ ക്യാമ്പയിൻ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. എയ്ഡ്സിന് എതിരെ ഉള്ള ക്യാമ്പയിനും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. ഈവിൾ ഓഫ് ഡൗറി, സ്ത്രീധനം അല്ലെ, സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് അറേഞ്ച് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പബ്ലിക്കിനെ ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഇതെല്ലാം നമ്മൾ സൊസൈറ്റി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ്. ഇതിപ്പോ എൻവയോൺമെന്റ് പ്രോബ്ലം പറഞ്ഞു, എയ്ഡ്സ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയ്ഡ്സ് പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു യുപിയില് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് വന്നു. സെയിം സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് വന്നു. സ്ഥിരമായിട്ട് അവർക്ക് അസുഖങ്ങളും വരുന്നു. സോ എന്ത് ചെയ്തു, ഡോക്ടർ അവരുടെ ബ്ലഡ് എയ്ഡ്സ് ടെസ്റ്റിനെ അയച്ചു. ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ പോസിറ്റീവ് ആണ്. ഡോക്ടർ വിചാരിച്ചു തന്നെ ഇവർക്ക് എല്ലാവർക്കും എയ്ഡ്സ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. പിന്നെ അപ്പൊ ഇത്രയും പേർക്ക് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോ ഡോക്ടർ ഒരു പഠനം നടത്തി, സ്റ്റഡി നടത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അസുഖം വരാണ്ടായ കാരണം? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ വന്നു. ഇവരെല്ലാവരും ടാറ്റു ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത്. ടാറ്റു ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പോലെ ടാറ്റു ചെയ്യാന്ന് വെച്ചാൽ നല്ല പൈസ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ടാറ്റു ചെയ്തവരൊക്കെ
അൺഹൈജീൻ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നാണ് ടാറ്റു ചെയ്തത്. അദ്ദേഹം യൂസ് ചെയ്ത അതേ സൂചികളോ സെയിം അത് തന്നെ മാറ്റാതെ ഇത്രയും പേർക്ക് യൂസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും എന്ത് അസുഖം വന്നത്? എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വന്നത്. അതും യങ് ആയിട്ടുള്ള പീപ്പിൾസ് കപ്പിൾ ടാറ്റു അടിച്ചു വരെ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ടാറ്റു ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു അസുഖത്തിന്റെ പിടിയിലായിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അവബോധമില്ലാത്തതുകൊണ്ടല്ലേ ഹൈജീൻ അല്ല അവർ ഹൈജീൻ ഹാബിറ്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു ഒട്ടും അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളിലൂടെ ഈ അസുഖം വരും. പണ്ട് നമ്മൾ പറയുമായിരുന്നു, എന്താ പറയാ, അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെയാണ് എന്ത് വരുന്നത്, എയ്ഡ്സ് വരുന്നതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഡിഫറെന്റ് റീസൺസ് ഉണ്ടെന്നാണ് ഈ ഒരു അസുഖം വരാനായിട്ട്. അപ്പൊ അത് അവബോധമില്ലാത്തതാണ്. സമൂഹത്തിന് അതിനെ കുറിച്ചൊരു അവബോധം ഒട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിപ്പോ കറന്റ് നടന്നില്ല. ഞാൻ ആർട്ടിക്കിൾ വായിച്ചാണ്. അപ്പോ കറന്റ് അധികം നാളായിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു അസുഖം അങ്ങനെ ആ ഒരു അസുഖം വരാനായിട്ട് കാരണമായത് ഇന്ന് എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ ഈവിൾസ് ഓഫ് ഡൗറി. ഡൗറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലേ. പെൺകുട്ടികളെ അമ്മമാര് ഇപ്പൊ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് മനസ്സിൽ ടെൻഷൻ ആയിരിക്കില്ലേ, സ്വർണത്തിന്റെ വില കൂടി പോവാണ്, 2 പെൺപിള്ളേരാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാ, ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീധനൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ട അവരധ്വാനിച്ച് അവര് എന്ത് ചെയ്തോളും, ബിൽഡ് ചെയ്തെടുത്തോളും. അവർക്ക് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ കംഫർട്ടബിൾ ആക്കാവരെ. നമ്മുടെ പെൺകുട്ടിയാണെങ്കിൽ അവിടെ നോക്കി ഇതിവിടെ നോക്കി അങ്ങനെ പറഞ്ഞ് വളർത്താതെ ഇങ്ങനെ എല്ലാവരും തന്നെ നോക്കും, അതൊക്കെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ ആദ്യം വേണ്ടത് എന്താണ്? ഒരു ജോലി. ഏതൊരു കുട്ടി ഒരു നല്ല വിദ്യാഭ്യാസവും നല്ല ജോലി ഉണ്ടെങ്കിൽ എവിടെ പോയാലും നമ്മുടെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. വിദ്യാഭ്യാസവും ജോലിയും ഇല്ലെങ്കിലോ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. വിദ്യാഭ്യാസമുള്ള ഒരുപാട് അമ്മമാരെ എനിക്കറിയില്ല, വീട്ടില് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ എന്താ പറയാ ഹസ്ബൻഡിന്റെ കീഴിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. എന്താ പറയാ, ഹസ്ബൻഡ് അമ്മയും എന്താ പറയാ ഹസ്ബൻഡ് അമ്മയും അച്ഛനൊന്നും സമ്മതിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊക്കെ മാറ്റി നിർത്തി നമ്മളുടെ കുട്ടീനെ കല്യാണം കഴിച്ച് വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്ന മുമ്പ് നമ്മുടെ കുട്ടി ഇൻഡിവിജ്വലി സ്വന്തം കാലം നിൽക്കാറായോ എന്ന് നോക്കാം. ഡൗറി ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലാത്ത രീതിയിൽ ഡൗറി ചോദിക്കുന്നുണ്ട് അല്ലെ. ഒരിക്കലും എന്താ പറയാ സ്ത്രീയുടെ സ്വർണം കണ്ട് ഇഷ്ടപ്പെടരുത്. പകരം എന്താണ്, ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെടാൻ വേണ്ടത്. സ്വർണത്തിനോടുള്ള ആ ഒരു പ്രേമം കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. പക്ഷെ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഏതൊരു കഷ്ടപ്പാടിലായാലും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതി എന്നുവെച്ചാൽ അവരെ ട്രെയിൻ ചെയ്യിക്കണം. ഇപ്പൊ എനിക്കൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കും, ഞാൻ അവനെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിക്കും. അവന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട്, കുക്ക് ചെയ്യാനായിട്ട്, ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട്, ക്ലോത്ത് പ്രോപ്പർ ആയിട്ട് മടക്കി വെക്കാനായിട്ട് ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അമ്മമാരും ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കാരണം ഇവര് പെൺകുട്ടി മാത്രം ചെയ്യണം അല്ലെങ്കിൽ ആൺകുട്ടി മാത്രം ചെയ്യണം എന്നുള്ള ചിന്താഗതിയൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞില്ലേ. ഇപ്പൊ എല്ലാവരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന കാര്യം നമ്മൾ എന്ത് പറയും, ആളോട് ചെയ്യാൻ പറയും, ഹസ്ബൻഡിനോട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോ അതേപോലെ ആയിരിക്കും നമ്മളുടെ ഹസ്ബൻഡ്മാരൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അമ്മമാരൊക്കെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവരെ മാറ്റാനായിട്ട് നമുക്ക് പറ്റൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡൽട്സിനെ മാറ്റാനായിട്ട് പറ്റില്ല, പക്ഷെ കുട്ടികളെ മാറ്റാൻ നമുക്ക് പറ്റുമെന്ന്. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ആ ഒരു പണ്ടത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ മാറി. എന്നുവെച്ചാൽ പണ്ടത്തെ ജനറേഷന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഷെയറിങ് കോപ്പറേഷൻ മെന്റാലിറ്റിയിൽ വളരാണെങ്കിൽ അവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഭാവി ഉണ്ടാകും. ഈ ഡൗറി കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ ഓക്കെ അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം. അപ്പോ എൻവയോൺമെന്റ് പൊല്യൂഷൻ, എയ്ഡ്സിനെ കുറിച്ച് ക്യാമ്പയിൻസ്, ഈവിൾസ് ഓഫ് ഡൗറി നമുക്കറിയാതെ പത്രമൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളും കാണുന്നുണ്ട് ഡൗറി റിലേറ്റ് ചെയ്യുന്നത്. എത്ര പെൺകുട്ടികളാ മരണം സംഭവിക്കുന്നത്. ചില കുട്ടികള് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞു ഉപേക്ഷിക്കുന്നു. നമുക്ക് വിഷമം തോന്നുന്നു. എന്ത് സുന്ദരി കുട്ടികളല്ലേ.
പക്ഷെ എന്താ പറയാ, ഇന്നും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെൺപിള്ളേരെ വളർത്താണെങ്കിൽ അവരോട് പറയണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു, ഞങ്ങളിവിടെ ഉണ്ട്, സേഫ് ആണ് എന്ന് പറഞ്ഞാൽ അവരെ വളർത്തണം. ഓക്കെ, എന്നുവെച്ചാല് ഏതൊരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ കോളേജിൽ വിടാണെങ്കിൽ അവരോട് പറയണം, ഓക്കെ നിനക്ക് ഓക്കെ അല്ലെങ്കിൽ പോകുന്നു, ഞാനുണ്ട് കേട്ടോ സപ്പോർട്ടിന്. ഇതുപോലെ വലുതാവുമ്പോൾ ഓരോ സ്റ്റേജസിൽ നമ്മൾ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഈ വീക്കിൽ തന്നെ തരാം കേട്ടോ. ഓ സെമിനാർ എടുക്കാലോ. സെമിനാർ ഞാൻ കുറച്ച് പേർക്ക് അത് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തന്നില്ലായിരുന്നേ മോക്ക് ടെസ്റ്റ്, സൂപ്പർവൈസിങ് ആൻഡ് അതിലെ ചാപ്റ്ററിൽ തന്നില്ലായിരുന്നു. ഞാൻ ഇട്ടത് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിങ് ഇല്ല, ഞാൻ ഇട്ടതായിട്ട് എന്റെ ഒരു ഓർമ്മ. ഞാൻ ഇട്ടു തോന്നി. ഓക്കെ 30 ഇട്ടിട്ടില്ല. ഓക്കെ, അത് ഇട്ടേക്കാട്ടോ. അപ്പൊ നമ്മൾ സെമിനാർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടോപ്പിക് ഇപ്പൊ ചിലപ്പോ രണ്ടുപേരൊക്കെ ഒരു ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഡേ എടുക്കാത്തവര് ആ ഒരു പോർഷന് വേറൊരാൾ കൂടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിലാണെങ്കിലൊക്കെ 2 പ്രാവശ്യം ഒരു ടോപ്പിക് തന്നെ പ്രിപ്പയർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഒരാൾ പ്രസന്റ് ചെയ്തതിനു ശേഷം മറ്റൊരാൾ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഡീവിയേഷൻ എന്ന് പറയുന്ന പോർഷൻ എടുക്കാം. 114 ആണ്. ഓക്കെ, ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടക്ട് ചെയ്തത് മാം ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആരാണ്? ഷിൻസിയും ചെയ്തിട്ടുണ്ടാവും, ശ്രുതിയും ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഞാൻ ഡീവിയേഷൻ പിന്നെ ടൈപ്സ്, ഐ മീൻ ക്ലാസസ് ഓഫ് ഡീവിയേഷൻ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഷിൻസിയോ ചെയ്തോടാ? മിസ്സേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇന്റേൺഷിപ്പിന് പോയതുകൊണ്ട് ചെയ്തിട്ടില്ല. ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആണ്. ഞാൻ ഇന്ന് എടുക്കണില്ല കാരണം ഞാൻ. ഓക്കെ, കുഴപ്പമില്ല, വേറെ ശ്രുതി എടുത്തോട്ടാടാ. Okay, ma'am. Once again, good morning, respected teacher and my dear friends. Today I am going to present a seminar on deviated children Montessori concept. Introduction. Friends, before we talk about deviated children, we must understand one important point from Maria Montessori. Montessori believed that every child is born good, active, and disciplined. So when a child shows abnormal behavior, it does not mean the child is bad. It means something has gone wrong in the environment. This abnormal behavior is called deviation. Deviation എന്നത് കുട്ടിയുടെ സ്വാഭാവിക വികാസനത്തിൽ വരുന്ന ഒരു തടസ്സമാണ്. What is deviation? Clear explanation. According to Montessori, deviation is disruption in character development mainly during the formative period 0 to 6 years. Deviation occurs when the child wants to act but is stopped again and again. Adults control the child excessively. Child does not get freedom, love or purposeful work. Example പറയണമെങ്കിൽ, if a child wants to explore, touch, move and learn, but adults always say don't do this, don't touch that, the child's natural energy becomes disturbed. This disturbance shows as misbehavior or withdrawal. Important point. Montessori clearly stated deviation is not the real nature of the child. Deviation കുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം അല്ല. It is temporary condition caused by the environment. Causes of deviation. Main causes are over discipline and punishment, too many rules, scolding, fear, lack of freedom. Child cannot choose activities or move freely. Adult domination. Adult എന്ന് പറയുന്നത് പാരൻസും ടീച്ചേഴ്സാണ്. They are impose their will. അവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നത്. Absence of prepared environment. No proper materials or meaningful work. സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ലാതെ
സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത അന്തരീക്ഷമാണ് ഡീവിയേറ്റിന്റെ പ്രധാന കാരണം. നെക്സ്റ്റ്, ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. Montessori classified deviated children to 3 types. There are not labels but patterns of behavior. First one is naughty children. These children are very active and aggressive, show anger, tantrums, may hit, kick or bite, disobedient to adults. This behavior is a reaction, not a habit. ഇവർ ജന്മ ദുഷ്ടരല്ല, തെറ്റായ പരിചരണത്തിന്റെ പ്രതികരണമാണ് ഈ പെരുമാറ്റം. Next one is weak children. Weak children look obedient and quiet, are fearful and dependent, afraid of new activities, slow in learning. Weak children പുറമേ സാധാരണയായും അനുസരണമുള്ളവരായും തോന്നും, എന്നാലോ ഇവർ ഉള്ളിൽ ഭയം അനുഭവിക്കുന്ന കുട്ടികളാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കുകയും ആത്മവിശ്വാസം കുറയുമായിരിക്കും. The next one is bright children. Highly imaginative, live in a fantasy world, avoid reality, neither fight nor accept difficult situations. യഥാർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൽപ്പന ലോകത്തേക്ക് പോകുന്ന കുട്ടികൾ പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം അവ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. Conclusion. I would like to conclude my topic with a short story. അമ്മു എന്ന പെൺകുട്ടി സ്കൂളിൽ എല്ലായ്പ്പോഴും കരയുമായിരിക്കും. ആരെങ്കിലും സംസാരിച്ചാൽ അവൾ പേടിക്കും, ടീച്ചേഴ്സിനെ വിട്ടു പോകില്ല. എല്ലാവരും അവളെ വളരെ നല്ല കുട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവളുടെ ഉള്ളിൽ ഭയം, ആശയക്കുഴപ്പവും നിറഞ്ഞിരുന്നു. അതേ ക്ലാസ്സിൽ രാഹുൽ എന്ന കുട്ടിയും ഉണ്ടായിരുന്നു. അവൻ എല്ലായ്പ്പോഴും ഓടിക്കൊണ്ടിരിക്കും, വസ്തുക്കൾ തകർക്കും, മറ്റു കുട്ടികളെ ശല്യം ചെയ്യും. അവനെ എല്ലാവരും കുസൃതി കുട്ടി എന്നാണ് വിളിച്ചത്. നേഹ എന്ന കുട്ടി വേറെ ആയിരുന്നു. അവൾ അധികം സംസാരിക്കില്ല, സ്വന്തം ചിന്തകളിൽ മൂழ்കിയിരിക്കും. വരകളും കഥകളും അവളുടെ ലോകമായിരുന്നു. പലരും അവളെ വിചിത്രം എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം ടീച്ചർ ക്ലാസ് മുറി മാറ്റി. അവർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ അവസരം നൽകി. അമ്മു പതുക്കെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങി. അവളുടെ പേടി കുറഞ്ഞു. രാഹുൽ കൈകൊണ്ട് ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധ കാണിച്ചു. അവന്റെ ദേഷ്യം മാറി. നേഹ തന്റെ കൽപ്പനകൾ പഠനത്തിലേക്ക് കൊണ്ടുവന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലാസ് മുറി ശാന്തമായി. കുട്ടികൾ മാറിയത് ശിക്ഷ കൊണ്ടല്ല, സ്നേഹവും ശരിയായ പരിസ്ഥിതിയും കൊണ്ടായിരുന്നു. Deviated children are not bad children. With understanding, love and proper education, they can change and succeed. Please parents, understand your child. Don't label them. Love, patience and support can change every child. Thank you all. Thank you, ma'am. Ma'am, എനിക്ക് മലയാളം കുറച്ച് പ്രശ്നമാണ് മാം. അപ്പൊ അതാണ് മലയാളം വരുമ്പോൾ ഇച്ചിരി ഒരു ഇത് വരുന്നത്. ഞാൻ മാക്സിമം മലയാളത്തിൽ പറയണമെന്ന് ട്രൈ ചെയ്തുകൊണ്ടാണ് മാക്സിമം മലയാളം ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു മാം. ഞാനാണ് മാം. സൈക്കിക് ഫ്യൂഗ് ആൻഡ് സൈക്കിക് ബാരിയർ. A very good morning to all. Today I'm going to take a seminar on the topic psychic fugue and psychic barrier. കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന 2 അവസ്ഥകളാണ് സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയർ എന്നിവ. എന്താണ് സൈക്കിക് ഫ്യൂഗ്, എന്താണ് സൈക്കിക് ബാരിയർ, അതിന്റെ കോസസ്, ലക്ഷണങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെ തിരിച്ചറിയാം, ഇത് മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്നിവയാണ് ഞാൻ ഈ സെമിനാറിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. സൈക്കിക് ഫ്യൂഗ്. എന്താണ് സൈക്കിക് ഫ്യൂഗ്? ഒരു കുട്ടി തന്റെ ചുറ്റുമുള്ള ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അമിതമായ സമ്മർദ്ദം അനുഭവിക്കുമ്പോഴോ മനസ്സ് താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് പോകുന്ന അവസ്ഥയ്ക്കാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്.
അതായത് ഒരു കുട്ടി ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിലും അവന്റെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. ഒരു ഡേ ഡ്രീമിംഗ് എന്ന പോലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി സ്വപ്ന ലോകത്തിരിക്കുന്ന ഒരു കുട്ടി. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് സ്കൂളിൽ LKG ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ, ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ ആൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, ആളുടെ കാര്യങ്ങൾക്കൊക്കെ ഡിസിപ്ലിൻഡ് ആണ്. ഒരു ദിവസം ഇവൻ എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് ഫുഡ് മേടിച്ചിട്ട് ഓരോരുത്തരും അവരുടെ ഇഷ്ടമുള്ള പ്ലേസിൽ പോയിരുന്നു. ഈ കുട്ടി ഫുഡ് മേടിച്ചില്ല. ബാക്കിയുള്ളവർ മേടിച്ചതും ഇവൻ കണ്ടില്ല. ഇവന്റെ അടുത്ത് അപ്പുറം ഇടവും വലവും ഇരിക്കുന്ന കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ ഇവന് ഇതൊന്നും അറിയുന്നില്ല. അടുത്തിരിക്കുന്ന കുട്ടിയെ പറഞ്ഞ ടീച്ചർ ഇത് ഇവനിക്ക് ചോറ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, മോനെന്താ ചോറ് മേടിക്കാണ്ട് വന്നിരുന്നത്, മറ്റുള്ളവർ മേടിച്ചത് മോൻ കണ്ടില്ലേ ഇത് ചോദിച്ചപ്പോ ഒന്നും ആള് മിണ്ടുന്നില്ല. പക്ഷെ ആള് ബാക്കിയുള്ള കാര്യത്തിനും ഭയങ്കര നീറ്റാണ്. ആൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആൾ നല്ല നീറ്റായിട്ട് ചെയ്യും. പക്ഷെ ചില സമയത്ത് A to Z വരെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ABCD വരെ ആകുമ്പോഴത്തേക്കും ആള് വേറെ ലോകത്തോട്ട് പോകും. നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ആൾ ആ ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ച് വിളിച്ച് മോന് വേഗം ചെയ്യടാ, ഫസ്റ്റ് ആവണ്ടേന്ന് പറയുകയാണെങ്കിൽ ആളത് കംപ്ലീറ്റ് ആക്കി ചെയ്യും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് മോനെ ഇത് ചെയ്തിട്ട് വാട്ടോ ടീച്ചർ, ബാക്കിയുള്ളവർ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആള് നമ്മളെവിടെ നിർത്തിയോ അവിടെ തന്നെയായിരിക്കും നിന്നിട്ടുണ്ടാവുക. ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ തടഞ്ഞുകൊണ്ട് അവർക്ക് അമിതമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് ഇവർ മറ്റുള്ള ലോകത്തേക്ക് അവർ നീങ്ങുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാണ്ട് വരുമ്പോൾ അവർ ആ ഒരു അവരുടെ ഒരു റിയാലിറ്റിയിൽ നിന്ന് അവരൊരു ഫാന്റസി ലോകത്തേക്ക് അവർ ചിന്തിച്ചു പോവുകയാണ്. ഇതിനുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഡേ ഡ്രീമിംഗ് ആണ്. അതുപോലെ ദിവാസ്വപ്നം കണ്ടിരിക്കുക. അതുപോലെ ശ്രദ്ധ, നമ്മൾ പലപ്പോഴും പേര് വിളിച്ചാൽ പോലും അവര് കേൾക്കുന്നുണ്ടാവില്ല. അതുപോലെ മന്ദത, ഭയങ്കര സ്ലോ ആയിരിക്കും പിള്ളേര്. ഇതിനുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ബുദ്ധിയെ തന്നെ ബാധിക്കുന്നു. അതായത് കുട്ടി എപ്പോഴും ഇങ്ങനെ ഡേ ഡ്രീമിങ്ങിലാണെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ, റിയാലിറ്റിയിൽ നിന്നും തന്നെ അവനൊന്നും തന്നെ പഠിക്കുന്നില്ല. അപ്പൊ അവനിക്ക് സെൽഫ് ലേണിംഗ് അവിടെ നടക്കാത്തതുകൊണ്ട് തന്നെ അവന്റെ ആ ബുദ്ധി അവിടെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതെങ്ങനെ തിരിച്ചറിയാം? ഒരു കാരണമില്ലാതെ ദൂരത്തേക്ക് നോക്കിയിരിക്കുക, ഒന്നിലൊരു താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുക, പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാണ്ടിരിക്കുക. അതുപോലെ ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് അവൻ വേറെ എവിടെയോ എന്തോ കാര്യത്തിലോ ചിന്തിച്ച് ഇരിക്കുകയാണെന്ന് തോന്നുക. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഇനി എന്താണ് സൈക്കിക് ബാരിയർ എന്ന് നോക്കാം. ഒരു കുട്ടിക്ക് ബുദ്ധിക്കുറവ് കൊണ്ടല്ലാത്ത കാരണത്താൽ ഒരു പ്രത്യേക വിഷയം പഠിക്കാനോ ഒരു പ്രത്യേക പ്രവർത്തനം ചെയ്യാനോ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ഇതൊരു മാനസിക മതിൽ പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവൻ സൈക്കിൾ എപ്പോൾ എടുക്കാൻ പോയാലും പറയും, വീട്ടുകാരെല്ലാവരും പറയും, അയ്യോ സൈക്കിൾ എടുക്കല്ലേ, സൈക്കിള് കയറിയ സൈക്കിളിൽ നിന്ന് വീഴും, കൈയൊടിയും കാലൊടിയും, അവിടെ മുട്ടും ഇവിടെ മുട്ടും, അങ്ങനെ അവനെ പേടിപ്പിക്കും. അപ്പൊ അവനിക്ക് താല്പര്യം ഉള്ള കാര്യത്തോട് തന്നെ അവനിക്കത് അയ്യോ എന്നാ വേണ്ട എന്നുള്ളൊരു മനസ്സ് ഉൾവലിഞ്ഞ് തന്നെ പോകും. അവനിക്ക് അതിനോടുള്ള താല്പര്യം താനെ ഇല്ലാതെ ആകും. എൻ്റെ മോൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ അവനിക്ക് ഹിന്ദി ഭയങ്കര ടഫായിരുന്നു. അവന് എക്സാം എഴുതുമ്പോഴെപ്പോഴും അവനിക്ക് മാർക്ക് കുറവായിരിക്കും. അവൻ ഫുള്ള് പഠിച്ചുകൊണ്ട് പോയാലും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് കാരണം അവനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിൽ മാർക്ക് കുറവായിരുന്നു, പാസ്സായി, ബട്ട് ഭയങ്കര കുറവായിരുന്നു മാർക്ക്. അപ്പോൾ ഓപ്പൺ ഹൗസിന് ഞാൻ ചെന്നപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവനിക്ക് ഹിന്ദി എപ്പോഴും ടഫ് ആണെന്നാണ് പറയുന്നത്, എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയണത്, എന്തോരം എഴുതിയാലും പഠിച്ചാലും എത്ര എഴുതിയാൽ തെറ്റും, അതുകൊണ്ട് മാർക്ക് കിട്ടില്ല, ആൾക്കൊട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ പറയണം, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ ആ ടീച്ചറിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, ആരാ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന്, എനിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടി, അവനിക്ക് 25-ന് 30 മേടിക്കാനുള്ള ബുദ്ധിയുള്ള കൊച്ചവൻ, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി, അതൊക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ മിഡ് ടേം എക്സാമിന് എനിക്ക് കുറച്ചുകൂടി ആ ഒരു കാര്യം അവൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ്, അവൻ്റെ മുമ്പിൽ വെച്ചാണ് അത് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നാൻ അവനിക്ക് മിഡ് ടേം എക്സാമിന് കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടി. പോസ്റ്റ് മിഡ് ടൈം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പൊ ആ ടീച്ചർ പറഞ്ഞതാണ്, ജൂണിൽ ഞാൻ കണ്ട കുട്ടിയേ അല്ല ഇവൻ. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദി ഒന്നും ഒട്ടും അറിയില്ല മിസ് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ടീച്ചർ അവന്റെ മുന്നിൽ വെച്ച് അവനിക്ക് ഉള്ളിൽ ഒരു ഫയർ ഇട്ട് കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ടീച്ചർ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ ഒന്നുകൂടി താഴെ പോകുകയുള്ളായിരുന്നു. ഈ സൈക്കിക് ബാരിയറിലോട്ട് തിരിച്ചു വരാം. ഇതുണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ല എന്ന് മുതിർന്നവര് ആവർത്തിച്ച് പറയുന്നത് കുട്ടികളുടെ കോൺഫിഡൻസിന് തകർക്കുന്നു. ഇതൊരു കാരണമാണ്. ഇത് കുട്ടിയുടെ ശാഠ്യക്കാരനാക്കാനോ അല്ലെങ്കിൽ ഉൾവലിഞ്ഞു നിൽക്കുന്നവനോ ആക്കി മാറ്റുന്നു. ഒരു കാര്യത്തോടും താല്പര്യമില്ലാതെ ആക്കി തീർക്കുന്നു. അതുപോലെ സ്വന്തം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുതിർന്നവര് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സ്വന്തം ചെയ്യാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്തു തരുന്നത് എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവുന്നു. അതുപോലെ പരിഹാസം, നിന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാൽ പോലെ, നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല ഇത് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ അതും ഇതിനൊരു സൈക്കിക് ബാരിയറിന് ഒരു കാരണമായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ഉള്ള ലക്ഷണങ്ങൾ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിവില്ല, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്ന് പറയുക, അല്ലെങ്കിൽ അമിതമായ പേടി കാണിക്കുക, പ്രത്യേക വിഷയത്തോടോ പ്രത്യേക പ്രവൃത്തികളോടോ താല്പര്യക്കുറവ് കാണിക്കുക, അതുപോലെ എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുക, ഒന്നിനും സ്വന്തം ചെയ്യാനുള്ള ഒരു സ്വന്തം ചെയ്യാനായിട്ട് മുതിരാതിരിക്കുക. ഇനി ഈ സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും മാറ്റാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലൈസേഷനിലേക്കുള്ള വഴികൾ. വർക്ക് ആസ് എ റെമഡി, അതായത് മെറ്റീരിയൽസ് കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അവസരങ്ങൾ നൽകുക. ഇപ്പോൾ വീട്ടിലാണെങ്കിലും കുട്ടികളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. ചെറിയ കുക്കിംഗ് ആണെങ്കിലും ഒരു ഗ്യാസ് കത്തിക്കുമ്പോൾ നമ്മൾ പേടിപ്പിക്കാതെ അവൻ്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് വേണ്ടുന്ന രീതിയിൽ സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ തന്നെ നിന്ന് ചെയ്യിപ്പിക്കുക. അതുപോലെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ വരുന്നത് മൂലം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുകയും സൈക്കിക് ഫ്യൂഗ് ഉള്ള അവസ്ഥയിൽ നിന്ന് നോർമലൈസ്ഡ് ആവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിശ്വാസം കെട്ടിപ്പടുക്കുക. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ബോധ്യം കുട്ടികൾക്ക് വരുന്ന രീതിയിലുള്ള വിജയങ്ങൾ കുട്ടികൾക്ക് നൽകുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. കുട്ടികൾക്ക് സ്വന്തം തോന്നണം, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന ഒരു ഫീൽ കുട്ടികൾക്ക് തന്നെ തോന്നണം. അതുപോലെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുക്കുക. അനാവശ്യമായ നിയന്ത്രണങ്ങളും അനാവശ്യമായ നിർദ്ദേശങ്ങളും ഒഴിവാക്കി കുട്ടികൾക്ക് സ്വന്തം വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അനാവശ്യമായി ഇടപെടാതിരിക്കുക. ഒരു കുട്ടി ചെയ്യുന്ന വർക്ക് അവനിക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക. മരിയ മോണ്ടിസോറി പറഞ്ഞൊരു കാര്യമാണ്, ഇഫ് എ ചൈൽഡ് ക്യാൻ ഡു ഇറ്റ് എ വർക്ക് ആൻഡ് ഇൻഡിപെൻഡന്റ്, ലെറ്റ് ദം ഡു ഇറ്റ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെങ്കിൽ അത് അവൻ ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. വർക്ക് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, അതിൽ ലയിച്ചിരുന്ന് ചെയ്യുമ്പോഴാണ് ഈ ബാരിയേഴ്സ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പ്രശംസയേക്കാൾ അംഗീകാരം നൽകുക. അതായത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തം ചെയ്ത് പൂർത്തിയാക്കി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ നമ്മളും പങ്കുചേരുക. പിന്നെ വീട്ടിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുക്കുക. അതുപോലെ സൈക്കിക് ഫ്യൂഗ്, സൈക്കിക് ബാരിയർ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചിതനായ കുട്ടി പൂർണ്ണമായി മാനസികാരോഗ്യം വീണ്ടെടുക്കുന്ന അവസ്ഥയ്ക്കാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവാദമുള്ള സ്നേഹവും അവന് അതിനുള്ള ഒരു എൻവയോൺമെന്റും സുരക്ഷയും നിറഞ്ഞ ഒരു ഇടം നൽകിയാൽ അവർക്ക് ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. That's all about the topic. Thank you, ma'am, and thank you, my dear friends. Okay, ma'am, thank you. Then ഇനിയുണ്ടോ സെമിനാർ? ലൈറ്റ്സ് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെയില്ലേ? മാം, അറ്റാച്ച്മെന്റ് ആൻഡ് പൊസസീവ്നെസ് ഞാനാണ്. ഓക്കെ, റസിയ കേടാ. Good morning all. Today I am taking a seminar about attachment and possessiveness. Attachment in Montessori education focuses on developing a secure attachment between the child and caregiver, fostering confidence, emotional regulation, and independence. Unlike intensive 24/7 attachment parenting, Montessori emphasizes responsive caregiving that encourages exploration, allowing the child to feel safe enough to venture out and engage with their environment. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ അറ്റാച്ച്മെന്റ് എന്നത് കുട്ടിയും അവരെ പരിപാലിക്കുന്നവരും തമ്മിലുള്ള സുരക്ഷിതമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇത് കുട്ടിയുടെ ആത്മവിശ്വാസത്തിനും സ്വതന്ത്രമായ പഠനത്തിനും അടിത്തറയാകുന്നു. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലെ അറ്റാച്ച്മെന്റ് പ്രധാന വശങ്ങൾ താഴെ പറയുന്നവയാണ്. സുരക്ഷിതത്വം, സെക്യൂരിറ്റി. കുട്ടിക്ക് സ്നേഹവും പരിഗണനയും ലഭിക്കുന്നുണ്ടെന്ന തോന്നൽ ലോകത്തെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ അവരെ സഹായിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, ഇൻഡിപെൻഡൻസ്. മാതാപിതാക്കളുമായി ശക്തമായ ബന്ധമുള്ള കുട്ടിക്ക് ഭയമില്ലാതെ കാര്യങ്ങൾ സ്വയം പര്യവേക്ഷണം ചെയ്യാനും പഠിക്കാനും സാധിക്കുന്നു. അധ്യാപകന്റെ പങ്ക്, റോൾ ഓഫ് ദി ടീച്ചർ.
മോണ്ടിസോറിയിൽ അധ്യാപകർ ഒരു നിർദ്ദേശികയായി പ്രവർത്തിക്കുന്നു. അവർ കുട്ടിയുമായി ബഹുമാനപൂർണ്ണമായ ബന്ധം സ്ഥാപിക്കുകയും കുട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പഠനത്തെ നയിക്കുകയും ചെയ്യുന്നു. ബഹുമാനം, റെസ്പെക്ട്. ഓരോ കുട്ടിയും സവിശേഷമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുന്നത് അറ്റാച്ച്മെന്റ് വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മുതിർന്നവരുമായുള്ള സുരക്ഷിതമായ ബന്ധം കുട്ടികൾക്ക് ഒരു സുരക്ഷിത താവളം നൽകുന്നു. ഇത് അവരെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം വ്യക്തിത്വം വികസിപ്പിക്കാനും പ്രാപ്തരാക്കുന്നു. അടുത്ത possessiveness. In Montessori, possessiveness is viewed as a natural, temporary developmental stage where young children focus on owning objects rather than engaging with them, often arising from a lack of purposeful, concentrated activity. Through uninterrupted, self-directed work with materials, children transform this instinct from hoarding into purposeful, respectful care of their environment. Key aspects of possessiveness in Montessori include developmental phase. Children under 6 are naturally selfish by necessity, using possession to define themselves and explore their environment. The absorbent mind and materials. Young children often show possessiveness, collecting or hoarding items to gain a sense of mastery. The absorbent mind suggests that once a child finds an activity they love and can concentrate on, they naturally lose the desire to destroy or possess everything, replacing it with a desire to learn. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ പൊസസീവ്നെസ് എന്നത് അവരുടെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായാണ് കണക്കാക്കുന്നത്. കുട്ടികൾ തങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കളെ മുറുകെ പിടിക്കുന്നത് അവരിലെ ആന്തരികമായ ഏകാഗ്രതയും സമാധാനവും കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമാണ്. ഒരു കുട്ടി എന്റേത് എന്ന് പറയുന്നത് അവനിലെ വ്യക്തിത്വം രൂപപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. ഇതിനെ മോശമായി കാണുന്നതിന് പകരം വികസനത്തിന്റെ ഒരു ഘട്ടമായി മനസ്സിലാക്കണം. താങ്ക് യു മാം. നന്നായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഫിയർമാരാണ്. ഞാനാണ് മിസ്. Good morning, teacher and my dear friends. Today I am going to talk about the 3 points of type of deviation. Inferiority complex. Inferiority complex എന്ന് വെച്ചാൽ അപകർഷത ബോധം എന്നാണ് അർത്ഥം. സ്വന്തം കഴിവില്ലായ്മയോ കുറവുകളെയോ പറ്റിയുള്ള ഒരു മിഥ്യാധാരണ. മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനാണ് ഞാൻ എന്ന ചിന്ത, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാരണ തുടങ്ങിയവയാണവ. ഇത് കുട്ടികളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? Children are very sensitive. When the adult considers the child with contempt, children may feel like a failure. In time, the children involve low self-esteem and poor self-confidence, and they hurt by the way of adults treat them. The teacher must plan for the developmentally apt activities for the children. The aim of each activity must be attainable. Standards should not be set too high. Teachers should respect the work of children. If the child gets it wrong, show him how he can accomplish it. കുട്ടികളിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം കുട്ടികൾ വളരെ സെൻസിറ്റീവ് മൈൻഡ് ഉള്ളവരാണ്. മുതിർന്നവർ കുട്ടിയോട് നിനക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണ്, നിന്റെ നിറം കുറവാണ്, നിനക്കൊരു കഴിവുമില്ല, ഇങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ പെരുമാറുമ്പോൾ അവരിൽ ആത്മവിശ്വാസക്കുറവും അഭിമാനക്കുറവും ഉണ്ടാകുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു വേദനയും അവരുടെ ഉള്ളിൽ ഒരു പരാജയബോധവും സൃഷ്ടിക്കും. ഇത് ഒഴിവാക്കിക്കൊണ്ട് ക്ലാസ്സിൽ പെരുമാറാനും കുട്ടികളുടെ വികസനത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ, അവരുടെ കോൺഫിഡൻസ് ഉയർത്തുന്ന തരത്തിലുള്ള സംസാരം, പ്രവർത്തികൾ തുടങ്ങിയവ അധ്യാപകർ പ്രവർത്തിക്കണം. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകളും വ്യത്യസ്തമാണ് എന്ന ബോധം ഉൾക്കൊണ്ട് കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ ഒരു ടീച്ചർക്കാകണം. കുട്ടി തെറ്റ് ചെയ്താൽ ആ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കുട്ടിക്ക് തോൽവി സംഭവിച്ചാൽ അതെങ്ങനെ നേടിയെടുക്കാമെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. അവരെ ആ തെറ്റിൽ നിന്ന് തിരുത്താനും ഒരു ടീച്ചർക്ക് ഉത്തരവാദിത്വവും ലക്ഷ്യവും ഉണ്ട്. Fear. Adults may pass a fear or phobia to the child of something that is not injured. Sometimes adults tell children stories to scare them into doing something. Everyone has an understanding of natural preservation against danger. മുതിർന്നവർ കുട്ടികളിൽ ചില സമയങ്ങളിൽ ഭയം പകർന്നു കൊടുക്കാറുണ്ട്. ഇത് അവരിൽ പലപ്പോഴും ദോഷകരമായോ അല്ലാതെയോ വ്യാപരിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ മുതിർന്നവർ കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ട് പല കഥകളും
പറഞ്ഞു കൊടുക്കുകയും കാര്യം ചെയ്യാൻ നടത്തി കൊടുക്കുകയും ചെയ്യും. കുഞ്ഞിലെ ഭക്ഷണം കഴിക്കാത്തപ്പോൾ കോക്കാച്ചി വരിക, അങ്ങനെ ഓരോന്നും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ച് നിർത്താറുണ്ട്. ഇത് അവരുടെ ഉള്ളിൽ ഭയം സൃഷ്ടിക്കുകയും ഭാവിക്ക് ദോഷം പകരുകയും ചെയ്യാം. താങ്ക് യു മിസ്. എന്നായിരുന്നു കേട്ടോ ജാസ്മിൻ. കഫ് ഇൻഫെക്ഷൻ ഉണ്ടാടാ? ഉണ്ട്, സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നന്നായിട്ട് എടുത്തോട്ടാ. ഇനി നമ്മൾ സെമിനാർ എടുക്കാൻ പോകുന്ന ടോപ്പിക് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ അന്നത്തെ ദിവസം നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുന്ന ഉറപ്പുള്ളവർക്ക് ഈ ടോപ്പിക് എടുക്കാണ്ടാവും. ഓക്കെ, നമ്മള് സെമിനാർ എടുക്കുമ്പോ ഇപ്പൊ ആരൊക്കെയാണ് ഓരോരുത്തർ സെമിനാർ എടുക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഞങ്ങൾ പഠിക്കുക, നമ്മളെല്ലാവരും പഠിക്കല്ലേ ഒന്നും കൂടി ഓരോ രീതിയില് അല്ലെ. ഞാൻ പറഞ്ഞ രീതിയിൽ എന്തായാലും ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെ പറയുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഉള്ളൊരു റിമൈൻഡർ ആണ് നമ്മുടെ ഈ സെമിനാർ എന്ന് പറയുന്നത്. ഓക്കെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ചാപ്റ്റർ യൂണിറ്റ് 6. ഫസ്റ്റ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇതാരാ എടുക്കുന്നത്? ടെസ്റ്റ് എടുത്താണോ? ഞാൻ എടുത്തു. ഓക്കെ, അശ്വതിയോ വന്നെടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പറയാം, നിങ്ങൾ എടുത്തവർ തന്നെയാണ് ഇപ്പൊ ഈ ക്ലാസ്സിലുള്ളത്. ഓക്കെ, ശ്രുതി ഉണ്ടാവും, അപ്പൊ എടുത്തോ. ശ്രുതിയാണ് സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ഫസ്റ്റ് ടോപ്പിക് എടുക്കുന്നത്. നെക്സ്റ്റ് ഷിൻസി, മോഡി, ചിംപ്രാറ്റീസ് എന്നവരുണ്ട്. എനിക്ക് വെള്ളിയാഴ്ച വരെ ഉണ്ടാവും മിസ്സേ. വെള്ളിയാഴ്ച ഉണ്ടാവും. ആ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എടുത്താ മതി. നോക്കട്ടെ. ഓക്കെ. വേറെ ആരാണ്? അസീന. അതില് റെസ്പെക്ട് ഫോർ റൈറ്റ് ഓഫ് അതേഴ്സും നെക്സ്റ്റ് റെസിപ്രോക്കൽ ഹെൽപ്പും എടുക്കാൻ പറ്റുമോ? എടുക്കാം മാം. അടുത്ത ചൊവ്വാഴ്ചത്തേക്കല്ലേ മാം? നെക്സ്റ്റ് തേഴ്സ്ഡേ. ഈ തേഴ്സ്ഡേ. ഓക്കെ മാം. ഓക്കെ, മോറൽ ഹെൽത്ത് ആൻഡ് ഹാർമണി. ആതിര. ഇത് വലിയ ടോപ്പിക്കാ. മുന്നോട്ട് വന്നോ? ആരാധന വിളിച്ച് കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്സ്, ഒബീഡിയൻസ്, ക്യാരക്ടർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആരെടുക്കുന്നത്? അയ്യോ, ഓക്കെ. വേറെ ആരെടുക്കുന്നത്? നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലേ മാം വരുന്നത്? ചെല്ലടാ, ഈ തേഴ്സ്ഡേ. അയ്യോ ആണോ? എനിക്ക് ഫ്രൈഡേ ജിഷ മാമിന്റെ സെമിനാർ ഉണ്ട്, അതുകൊണ്ട് പിന്നെ മൺഡേ ക്ലാസ് ഉണ്ടാവും, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, എന്തോ ഇവിടെ ന്യൂസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് ട്യൂസ്ഡേ നമ്മൾ പ്ലാനിൽ പോവാം. ഓക്കെ, നെക്സ്റ്റ് ട്യൂസ്ഡേ. അപ്പൊ ട്യൂസ്ഡേ ആണെങ്കിൽ ഓക്കെ എടുക്കാം. ഓക്കെ ഏട്ടാ, ഞാൻ എഴുതിയിട്ടുണ്ട്. ആ, അപ്പൊ നന്നായിട്ട് നോക്കിയിട്ട് വാ, നല്ല രീതിയിൽ. എനിക്ക് നിങ്ങൾ സെമിനാർ എടുക്കുന്നത് കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കാരണം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സെമിനാർ തന്നെ. നല്ല രസമുണ്ട് എടുക്കുന്നത്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട് വെച്ചാൽ നിങ്ങൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട് സെമിനാർക്ക്. ഓക്കെ, സോപ്പിട്ടല്ല, സത്യമായിട്ടും നല്ല ഫീൽ ഉണ്ട്. കാരണം ഞാൻ ഈ ടോപ്പിക്ക് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. റിവിഷൻ പോലെ നോർമലൈസേഷനും ഡിവിയേഷനും സൊസൈറ്റി ഓഫ് കൊഹീഷനും എല്ലാ കുട്ടികളും എന്ത് പറയാറുണ്ട്? റിവിഷൻ വേണമെന്ന് പറയാറുണ്ട്.
ഞാൻ റിവിഷന് പകരം അവർക്ക് സെമിനാറാണ് ലാസ്റ്റ് കൊടുക്കാറ്. സോ അവര് സ്വയം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എത്ര ബാച്ചായിട്ടുള്ള സെമിനാർ കൊടുക്കുന്നത്? നിങ്ങൾ 13ാമത്തെ ബാച്ചാ. MT12 കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. MT11 വരെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, നിങ്ങൾ നന്നായിട്ട് എടുക്കുന്നുണ്ട്. MT8 ഒക്കെ ഉണ്ട്, പക്ഷെ അവരെക്കാൾക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട്. മേ ബി ഇത് മെച്ചുവേർഡ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല, അങ്ങനൊന്നുമില്ല, ചിന്തിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. വിചാരിച്ചാൽ മതി, സൂപ്പർന്നല്ല. ഓക്കെ, തേഴ്സ്ഡേ അല്ലേ എടുക്കണ്ടേ? എന്താണ് തേഴ്സ്ഡേ? ഇതുണ്ടല്ലോ 12-നല്ലേ തേഴ്സ്ഡേ എന്ന് പറയുമ്പോ 12 അല്ലേ, ഫെബ്രുവരി അല്ലേ? അപ്പോ അന്ന് പണിമുടക്കോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ട്യൂസ്ഡേ. അപ്പൊ അത് 14th 15th 16th 17th ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? അസീന ആണോ? ആരാ സൈൻ ഔട്ട്? ഞാൻ പറയാമോ? Thank you, Aparna ma'am, for today's class. It was very informative and useful. With the thanks to ma'am and all my dear friends, I am signing out now. Thank you all. Thank you, ma'am. താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും സെമിനാർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൈൻ ഔട്ടിന്റെ ഭാഗമായിട്ട് പേര് നോട്ട് ചെയ്തിട്ടുണ്ട്, പറയുന്നില്ല എന്നുള്ളൂ. ബാക്കി എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ.